ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഈ വീഡിയോയിൽ പറയുന്നത് 4ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് സബ്ജക്റ്റിൻ്റെ ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾക്ക് നാളെയാണല്ലോ എക്സാം വരുന്നത്, മൺഡേ ആണല്ലേ. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നമ്മൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ ഡിസ്കസ് ആക്കാം. ഇവിടെ ആക്ടിവിറ്റി 1, 2, 3 നിർബന്ധമായിട്ടും ആൻസർ ചെയ്യണം. ആക്ടിവിറ്റി 4നും 5നും ചോയ്സസ് ഉണ്ട്. അതിലേതെങ്കിലും ഒന്നിന് മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ഓക്കെ. ആക്ടിവിറ്റി 1 ലിസൺ ആൻഡ് ആൻസർ ആണ്. നിങ്ങൾക്ക് മിസ് ക്ലാസ്സിൽ ഒരു സ്റ്റോറി പറഞ്ഞു തരും, അത് ശ്രദ്ധിച്ച് കേൾക്കുക. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് താഴെ വന്നിട്ടുള്ളത്. സോ അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ടാണ് താഴെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യേണ്ടത്. നാളത്തെ എക്സാമിനും ഇതേപോലെ മിസ് ഒരു സ്റ്റോറി, ഒരു പാരഗ്രാഫ് നിങ്ങൾക്കായിട്ട് വായിച്ച് നൽകും. അത് ശ്രദ്ധിച്ച് കേട്ടിട്ടാണ് നിങ്ങൾ താഴെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യേണ്ടത്. സോ നമുക്കിവിടെ ഈ ഒരു ആക്ടിവിറ്റി സ്കിപ്പ് ചെയ്യാം. സെക്കൻഡ് ആക്ടിവിറ്റി റീഡ് ആൻഡ് റൈറ്റ് ആണ്. നിങ്ങൾക്ക് സെക്കൻഡ് ആക്ടിവിറ്റിയിൽ ഒരു കഥയോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫോ നൽകും. എന്നിട്ട് ഇത് കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവണം. ഇതിൽ നിന്നാണ് നിങ്ങൾ ഉത്തരം കണ്ടെത്തി എഴുതേണ്ടത്. ഈ ഒരു പാരഗ്രാഫിൽ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് താഴെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ടാവും. സോ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ദിൽനയുടെ സ്റ്റോറിയാണ് നൽകിയിട്ടുള്ളത്. വായിക്കാം. ദിൽന ആൻഡ് ഐസക് വെർ പ്ലേയിങ് ഔട്ട്സൈഡ് ഹാപ്പിലി. ദിൽനയും ഐസക്കും പുറത്ത് സന്തോഷത്തോടെ കളിക്കുകയായിരുന്നു. സഡൻലി പെട്ടെന്ന് ദിൽന സ്റ്റോപ്പ്ഡ്. ദിൽന നിർത്തി. ഓ ഐ ലോസ്റ്റ് വൺ ഓഫ് മൈ സ്ലിപ്പേഴ്സ്. ദിൽന ഷൗട്ടഡ്. എൻ്റെ ഒരു സ്ലിപ്പേഴ്സ് എനിക്ക് നഷ്ടപ്പെട്ടു. ദിൽന ഉറക്കെ പറഞ്ഞു. ഷൗട്ടഡ് എന്ന് പറഞ്ഞാൽ ഉറക്കെ പറഞ്ഞു എന്നാണ്. ദേ ലുക്ക്ഡ് അണ്ടർ ദി ബെഞ്ച്. അവർ ബെഞ്ചിൻ്റെ അടിയിൽ നോക്കി. നിയർ ദി സ്വിംഗ്. ഊഞ്ഞാലക്കടുത്തു നോക്കി. ആൻഡ് എവരിവർ. എല്ലായിടത്തും നോക്കി. നോ സ്ലിപ്പർ. സ്ലിപ്പർ കാണുന്നില്ല. സഡൻലി ദേ ഹിയർഡ്. പെട്ടെന്ന് അവർ കേട്ടു. വൂഫ്. ഇറ്റ് വാസ് നൈബേഴ്സ് പപ്പി. വൂഫ് എന്നൊരു സൗണ്ട് കേട്ട് അത് അടുത്തുള്ള, നൈബേഴ്സ് എന്ന് പറഞ്ഞാൽ അടുത്തുള്ള എന്നാണ്, അടുത്തുള്ള പപ്പി ആയിരുന്നു. ഇറ്റ് ഹാഡ് ദി സ്ലിപ്പർ ഇൻ ഇറ്റ്സ് മൗത്ത്. അതിൻ്റെ വായിൽ ഇവളുടെ ചെരുപ്പ്, ഇവളുടെ സ്ലിപ്പർ ഉണ്ട്. കം ഹിയർ. ഇവിടെ വരൂ പപ്പി. സെഡ് ഐസക്. ഐസക് പറഞ്ഞു. ദ പപ്പി റാൻ ടു ദം. പപ്പി അവരുടെ അടുത്തേക്ക് ഓടി. ഇറ്റ് ഡ്രോപ്പ്ഡ് ദി സ്ലിപ്പർ ഡൗൺ. അത് സ്ലിപ്പർ താഴേക്ക് ഇങ്ങനെ വെച്ചു. ഡ്രിപ്പ്ഡ് എന്ന് പറഞ്ഞാൽ താഴേക്ക് വെച്ചു എന്നാണ്. സില്ലി പപ്പി സെഡ് ദിൽന. ദിൽന പറഞ്ഞു സില്ലി പപ്പി എന്ന്. ദേ ഗിവ് ഇറ്റ് എ ബിസ്ക്കറ്റ്. അതിനൊരു ബിസ്ക്കറ്റ് കൊടുത്തു. ദ പപ്പി വാഗ്ഡ് ഇറ്റ്സ് ടെയിൽ. പപ്പി അതിൻ്റെ ടെയിൽ, വാല് ആട്ടി. വാഗ്ഡ് എന്ന് പറഞ്ഞാൽ ആട്ടി എന്നാണ്. ജസ്റ്റ് ദെൻ ഇറ്റ് റാൻ ഓഫ് അഗൈൻ. എന്നിട്ട് അത് ഓടിപ്പോയി. വേർ ഇറ്റ്സ് ഇറ്റ് ഗോയിങ് നൗ ആസ്ക്ഡ് ഐസക്. ഐസക് ചോദിച്ചു, അത് ഇപ്പോൾ എവിടെയാണ് പോകുന്നത്? ദേ ഫോളോഡ് ദി പപ്പി. അവർ പപ്പിയെ പിന്തുടർന്നു. ഇറ്റ് സ്റ്റോപ്പ്ഡ് നിയർ എ ബുഷ്. അതൊരു ബുഷിൻ്റെ അടുത്താണ് നിർത്തിയത്. ഇൻസൈഡ് ദി സോ ഐസക്സ് ടോയ് കാർ. പപ്പി ഒരു പുൽച്ചെടിയിലേക്കാണ് പോയിട്ടുള്ളത്. ആ പുൽച്ചെടിക്കുള്ളിലായിട്ട് ഇവർ ഐസക്കിൻ്റെ ഒരു കളിക്കുന്ന കാറും കണ്ടു. ഐ റെഡ് കാർ. എൻ്റെ ചുവപ്പ് കാർ. ഐ ലോസ്റ്റ് ഇറ്റ് ലാസ്റ്റ് വീക്ക്. എനിക്ക് കഴിഞ്ഞ ആഴ്ചയാണ് ഇത് നഷ്ടപ്പെട്ടത്. സെഡ് ഐസക്. ഐസക് പറഞ്ഞു. ദ പപ്പി ഫൗണ്ട് ദാറ്റ് ടു. സെഡ് ദിൽന. പപ്പി അതും കണ്ടെത്തി. ദിൽന പറഞ്ഞു. മം കെയിം ഔട്ട്സൈഡ്. വാട്ട് ഹാപ്പൻഡ്. അമ്മ പുറത്തേക്ക് വന്നു. എന്നിട്ട് എന്തു പറ്റി? വാട്ട് ഹാപ്പൻഡ് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചു എന്നാണ്. ഐ ഫൗണ്ട് ഔട്ട് മൈ സ്ലിപ്പർ. സെഡ് ദിൽന. ദിൽന പറഞ്ഞു, ഞാൻ എൻ്റെ സ്ലിപ്പർ കണ്ടെത്തി. ആൻഡ് മൈ ടോയ് കാർ ടു. സെഡ് ഐസക്. ഐസക് പറഞ്ഞു, എൻ്റെ ടോയ് കാറും കണ്ടെത്തി എന്ന്. ഈ കഥ വായിച്ചല്ലോ. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഓക്കെ. ഒന്നാമത്തെ ചോദ്യം. ഓ ഐ ലോസ്റ്റ് വൺ ഓഫ് മൈ സ്ലിപ്പേഴ്സ്. ഹൂ ഷൗട്ടഡ് സോ. ആരാണ് എൻ്റെ ഒരു സ്ലിപ്പർ കളഞ്ഞു പോയി എന്ന് ഉറക്കെ പറഞ്ഞത്? ദിൽനയാണ് അല്ലേ. സോ നിങ്ങൾ അവിടെ ബോക്സിൽ ദിൽന എന്നാണ് എഴുതേണ്ടത്. ക്വസ്റ്റ്യൻ 2. വാട്ട് ഡിഡ് ദ പപ്പി ഹാവ് ഇൻ ഇറ്റ്സ് മൗത്ത്. പപ്പിയുടെ വായിൽ എന്താണ് ഉണ്ടായത്? സ്ലിപ്പർ ആണല്ലേ. ദിൽനയുടെ സ്ലിപ്പർ ആണ് പപ്പിയുടെ വായിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. സോ അവിടെ സ്ലിപ്പർ എന്നാണ് എഴുതേണ്ടത്. ഓക്കെ. നമുക്ക് കഥയിൽ നിന്നാണല്ലേ ഉത്തരം കിട്ടുന്നത്. സോ കഥ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിച്ച് വായിക്കണം. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ദിൽന ആൻഡ് ഐസക് ഗേവ് ദി പപ്പി എ. ദിൽനയും ഐസക്കും പപ്പിക്ക് എന്താണ് കൊടുത്തത്? ബിസ്ക്കറ്റ് ആണല്ലേ. സോ അവിടെ ഓപ്ഷൻ സി ബിസ്ക്കറ്റ് എന്ന് കാണാം. അതാണ് ശരിയായ ഉത്തരം. നാലാമത്തെ ചോദ്യം. ഐസക്സ് ടോയ് കാർ ഈസ് ഡേഷ് ഇൻ കളർ. ഐസക്കിൻ്റെ ടോയ് കാർ ഏത് നിറമാണ്? ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ബ്ലൂ, റെഡ്, ബ്ലാക്ക്, വൈറ്റ്. ഏതാണ്? റെഡ് ആണ് അല്ലേ. കഥയിൽ പറയുന്നുണ്ട് റെഡ് ടോയ് കാർ എന്ന്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി
ഓപ്ഷൻ ബി റെഡ് ആണ്. റെഡ് എന്നാണ് അവിടേക്ക് നിങ്ങൾ എഴുതേണ്ടത്. ക്വസ്റ്റ്യൻ 5, പിക്ക് ഔട്ട് ദി വേർഡ് ഫ്രം ദി സ്റ്റോറി ദാറ്റ് മീൻസ് യങ് വൺ ഓഫ് എ ഡോഗ്. ഡോഗിൻ്റെ ചെറുതൊന്ന്, യങ് വൺ എന്ന് അർത്ഥം വരുന്ന വാക്ക് കഥയിൽ നിന്ന് എടുത്തെഴുതാനാണ്. അത് പപ്പിയാണ്. നായക്കുട്ടിക്ക് പപ്പി എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഇവിടെ പപ്പി എന്ന് എഴുതി കൊടുക്കുക. ഇത്രയും നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് 5 മാർക്കാണ് കിട്ടുന്നത്. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ ആക്ടിവിറ്റി കോൺവെർസേഷൻ, സംഭാഷണമാണ്. ഡ്യൂറിങ് സമ്മർ വെക്കേഷൻ ദിൽന വെന്റ് ടു ഹെർ ഗ്രാൻഡ് മാസ് ഹോം. വേനൽ അവധിക്കാലത്ത് ദിൽന അവളുടെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോയി. ഗ്രാൻഡ്മ വാംലി വെൽക്കംഡ് ഹെർ. അങ്ങനെ ഗ്രാൻഡ്മ അവളെ സ്വാഗതം ചെയ്തു. ഷീ മെയ്ഡ് പായസം ഫോർ ദിൽന. ദിൽനയ്ക്ക് വേണ്ടിയിട്ട് പായസമൊക്കെ തയ്യാറാക്കി കൊടുത്തു. കംപ്ലീറ്റ് ദെയർ കോൺവെർസേഷൻ. അവരുടെ സംഭാഷണം പൂർത്തിയാക്കുക. കുറച്ച് അവിടെ നൽകിയിട്ടുണ്ട്, നമ്മൾ വിട്ട ഭാഗം ഒന്ന് പൂരിപ്പിച്ചു കൊടുത്താൽ മതി. ആദ്യം ഗ്രാൻഡ്മ പറയാണ്, ദിൽന കം ഡിയർ. ദിൽന ഇവിടെ വരൂ. ദിൽന പറയാണ്, ഈസ് ദെയർ എനിത്തിങ് സ്പെഷ്യൽ ഗ്രാൻഡ്മ. അവിടെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുണ്ടോ എന്ന്. ഗ്രാൻഡ്മ പറയാണ്, യെസ്. എന്താണുള്ളതെന്ന് പറയും. പായസമുണ്ട് എന്ന് പറയും അല്ലേ. ഐ മെയ്ഡ് പായസം ഫോർ യു എന്ന് പറയാം. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഐ മെയ്ഡ് ഞാൻ ഉണ്ടാക്കി, പായസം ഫോർ യു നിനക്ക് വേണ്ടിയിട്ട്. പറയാണ്, യു നോ ഐ ലൈക്ക് പായസം. നിങ്ങൾക്കറിയാമോ എനിക്ക് പായസം ഇഷ്ടമാണ്. ഗ്രാൻഡ്മ ഹാവ് ഇറ്റ്. ഇത് കുടിച്ചോളൂ. മൈ ഡിയർ ആൻഡ് ടെൽ മീ ഹൗ ഇറ്റ്സ് ടേസ്റ്റ്. ഇത് എങ്ങനെയുണ്ട്, ഇതിൻ്റെ രുചി എങ്ങനെയുണ്ടെന്ന് പറയൂ. ദിൽന എന്താ പറയാം, ഇറ്റ്സ് ഡെലീഷ്യസ് അല്ലെങ്കിൽ ഇറ്റ്സ് സൂപ്പർ. ഇറ്റ് ഈസ് സൂപ്പർ എന്ന് പറയാം അല്ലേ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ടേസ്റ്റി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഞാനിവിടെ ഇറ്റ് ഈസ് വെരി ടേസ്റ്റി, ഇതിന് നല്ല സ്വാദുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. ഗ്രാൻഡ്മ ഐ വിൽ മേക്ക് ഓൺലി ദ ബെസ്റ്റ് ഫോർ മൈ ലിറ്റിൽ പ്രിൻസസ്. എൻ്റെ ചെറിയ രാജകുമാരിക്ക് വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും നല്ലതാണല്ലോ തയ്യാറാക്കുക. അടുത്തത് ദിൽന എന്തോ ഒന്ന് ചോദിക്കുന്നുണ്ട്. വിൽ യു, ഒരു ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. സോ ഒരു ക്വസ്റ്റ്യൻ ആണ് അവൾ ചോദിക്കുന്നത്. നമുക്ക് ചോദിക്കാം, നിങ്ങൾ ഒരു വട്ടം കൂടി എനിക്ക് പായസം ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കാം അല്ലേ. വിൽ യു മേക്ക് പായസം വൺ മോർ ടൈം, അല്ലെങ്കിൽ യു മേക്ക് പായസം ഫോർ മീ അഗെയിൻ. എനിക്ക് വേണ്ടി വീണ്ടും പായസം ഉണ്ടാക്കാമോ, തയ്യാറാക്കാമോ? മറുപടി ആയിട്ട് ഗ്രാൻഡ്മ എന്ത് പറയും? യെസ് ഓഫ് കോഴ്സ്, അതെ തീർച്ചയായിട്ടും. ദിൽന താങ്ക് യു. താങ്ക് യു ഗ്രാൻഡ്മ. ഇത്രയും പറഞ്ഞാലും നമ്മുടെ കോൺവെർസേഷൻ നമ്മളിവിടെ സിമ്പിളായിട്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെയും നിങ്ങൾക്ക് 5 മാർക്കാണ് കിട്ടുന്നത്. നാലാമത്തെ ആക്ടിവിറ്റി ആണ് ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എയും ബിയും ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ഡയറി എഴുതാനാണ്. ഓക്കെ, ഡയറി എങ്ങനെ എഴുതാമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ആക്കിയിട്ടുണ്ട്. അതിലൊക്കെ ഡയറി എങ്ങനെ തുടങ്ങാമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. ഇവിടെ ചോദ്യം വായിക്കാം. ദിൽന വെന്റ് ടു സീ ദി വില്ലേജ് സൈറ്റ്സ് വിത്ത് ഹെർ ഗ്രാൻഡ്മ. ഗ്രാൻഡ്മയോടൊപ്പം ദിൽന ഗ്രാമത്തിലുള്ള കാഴ്ചകൾ കാണാനായിട്ട് പോയി. ഗ്രാൻഡ്മ ടുക്ക് ഹെർ ടു നിയർ ബൈ പേഡി ഫീൽഡ്സ്. അവളെ പാടങ്ങളിലേക്ക് കൊണ്ടുപോയി. പോൺസ്, അരുവികളിലേക്ക്, ഹിൽസ്, മലകൾ കാണാനായിട്ടൊക്കെ കൊണ്ടുപോയി. ഷീ എൻജോയ്ഡ് ദ ബ്യൂട്ടി ഓഫ് ദി വില്ലേജ് ഇൻ ദി നൈറ്റ്. ഗ്രാൻഡ്മ ടോൾഡ് ഹെർ മെനി സ്റ്റോറീസ്. അങ്ങനെ രാത്രിയിലും അവൾ വില്ലേജിൻ്റെ ഭംഗി ആസ്വദിച്ചു. ഗ്രാൻഡ്മ അവൾക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുത്തു. ദിൽന റീച്ച്ഡ് ബാക്ക് ഹോം ആഫ്റ്റർ സ്പെൻഡിങ് ഹോളിഡേയ്സ് വിത്ത് ഗ്രാൻഡ്മ. അങ്ങനെ ഗ്രാൻഡ്മയോടൊപ്പം അവൾ അവധിക്കാലം ചിലവഴിച്ച് അവളുടെ വീട്ടിലെത്തി. ഷീ വാസ് വെരി മച്ച് ത്രിൽഡ്. അവൾ നല്ല ത്രില്ലിലായിരുന്നു. ഷീ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഹെർ എക്സ്പീരിയൻസസ് ഇൻ ഹെർ ഡയറി. അവൾ അവളുടെ അനുഭവം ഡയറിയിൽ എഴുതാനായിട്ട് തുടങ്ങി. ഹെൽപ്പ് ദിൽന റൈറ്റ് ഹെർ ഡയറി. ദിൽനയെ അവളുടെ ഡയറി എഴുതാനായിട്ട് സഹായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് അറിയാം, ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ എന്ത് മനസ്സിലായി? ഇതൊരു ഹാപ്പി ആയിട്ടുള്ള സന്തോഷമുള്ള സമയത്ത് എഴുതുന്ന ഡയറിയാണ് അല്ലേ. സോ നമുക്ക് എങ്ങനെ തുടങ്ങാം? ടുഡേ ഐ വാസ് വെരി ഹാപ്പി. ഇന്ന് ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. ടുഡേ ഐ വാസ് വെരി ഹാപ്പി എന്ന് തുടങ്ങാം അല്ലേ. ഇനി സപ്പോസ് നിങ്ങൾ വിചാരിക്കുക നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യം സങ്കടമുള്ള ദിവസത്താണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ടുഡേ ഐ വാസ് വെരി സാഡ്. എങ്ങനെയാണ്? ടുഡേ ഐ വാസ് വെരി സാഡ്. ഇന്ന് എനിക്ക് വളരെയധികം വിഷമമാണ്. ഇനി സന്തോഷമാണെങ്കിലും വിഷമമാണെങ്കിലും നമുക്ക് എഴുതാൻ പറ്റിയിട്ടുള്ള വേറൊരു ലൈനാണ്, ഇന്ന് എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു ദിവസമായിരുന്നു. ടുഡേ വാസ് എൻ അൺഫോർഗറ്റബിൾ ഡേ ഫോർ മീ. എന്താണ്? ടുഡേ വാസ് എൻ അൺഫോർഗറ്റബിൾ ഡേ ഫോർ മീ. ഇന്ന് എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ദിവസമായിരുന്നു. ഇത് ഏത് ഡയറി തുടങ്ങുമ്പോഴും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. സോ നമുക്കിവിടെ ഇനി ഡയറി ഒന്ന് എഴുതി നോക്കാം.
മുകളിലായിട്ട് ഡേറ്റും ഡേയും കൊടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഡിയർ ഡയറി എന്ന് തുടങ്ങാം. ടുഡേ വാസ് എൻ അൺഫോർഗറ്റബിൾ ഡേ ഫോർ മീ. ഫസ്റ്റ് ലൈൻ നമ്മൾ എഴുതിയത് എന്താണ്? ഇന്ന് എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു ദിവസമായിരുന്നു. ടുഡേ ഐ വാസ് വെരി ഹാപ്പി. ഇന്ന് ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. ഐ കെയിം ബാക്ക് ഹോം ആഫ്റ്റർ സ്പെൻഡിങ് മൈ ഹോളിഡേയ്സ് വിത്ത് ഗ്രാൻഡ്മ. എൻ്റെ മുത്തശ്ശിയോടൊപ്പം എൻ്റെ വേനലവധിക്കാലം ചിലവഴിച്ച് ഞാൻ വീട്ടിലേക്ക് എത്തി. ഐ എൻജോയ്ഡ് ദി ബ്യൂട്ടിഫുൾ വില്ലേജ് സൈറ്റ്സ് വിത്ത് ഹെർ. ഞാൻ ഗ്രാമത്തിലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ മുത്തശ്ശിയോടൊപ്പം ആസ്വദിച്ചു. വി വിസിറ്റഡ് ദി പേഡി ഫീൽഡ്സ്, പോണ്ട് ആൻഡ് ഹിൽസ്. ഞങ്ങൾ പാടങ്ങളും അരുവികളും മലകളും സന്ദർശിച്ചു. അറ്റ് നൈറ്റ്, രാത്രിയിൽ, ഗ്രാൻഡ്മ ടോൾഡ് ബി മെനി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ്. വളരെ രസകരമായിട്ടുള്ള പല കഥകളും ഗ്രാൻഡ്മ എനിക്ക് പറഞ്ഞു തന്നു. ഐ എൻജോയ്ഡ് മൈ ഹോളിഡേയ്സ് വെരി മച്ച്. ഞാൻ എൻ്റെ അവധിക്കാലം വളരെയധികം സന്തോഷിച്ചു, ആസ്വദിച്ചു. ഐ വിൽ ഓൾവേസ് റിമെമ്പർ ദിസ് ഹാപ്പി ഡേ. ഈ സന്തോഷമുള്ള ദിവസം ഞാൻ എന്നും ഓർക്കും. ഇത്രയുമാണ് നമ്മൾ ഡയറി ആയിട്ട് എഴുതിയിട്ടുള്ളത്. അടുത്തത് ബി ക്വസ്റ്റ്യൻ, നോട്ടീസ് ആണ്. നോട്ടീസ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ദിൽനയുടെ പാഠകത്ത് അവിടെ നോട്ടീസ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നല്ലൊരു നോട്ടീസിൻ്റെ ഫോർമാറ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. അത് നന്നായിട്ട് പഠിച്ചു വെക്കാൻ നോട്ടീസ് എങ്ങനെയാണ് എഴുതേണ്ടത് ഞാൻ ഇവിടെ ഒന്നും കൂടി പറയാം. നോട്ടീസ് ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾ നോട്ടീസ് എന്ന് എഴുതണം. താഴെ നിങ്ങൾ ഒരു ഹെഡിങ്, ഒരു ചെറിയൊരു ടൈറ്റിൽ, എന്താണോ പ്രോഗ്രാം അത് ടൈറ്റിലായിട്ട് കൊടുക്കണം. അതിൻ്റെ താഴെ സ്കൂളിൻ്റെ പേര്, എന്നിട്ട് താഴെ ആയിട്ട് വെന്യൂ. വെന്യൂ എന്ന് പറഞ്ഞാൽ പ്ലേസ്, എവിടെയാണോ ഈ പരിപാടി നടക്കുന്നത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും അത് വെന്യൂ എന്ന്. എന്നിട്ട് സ്ഥലവും അത് എഴുതണം. പിന്നെ പ്ലേസ് എഴുതിയല്ലോ, വെന്യൂ എഴുതി. ഡേറ്റ് എഴുതണം, ടൈം എഴുതണം. ഇത് മൂന്നും, പ്രോഗ്രാമിൻ്റെ ടൈം, ഡേറ്റ്, ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. ഇതാണ് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കേണ്ടത്. എന്നിട്ട് ഡിയർ ഫ്രണ്ട്സ് എന്ന് തുടങ്ങുക. അവരെയും ഈ പരിപാടിയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു എന്ന് എഴുതുക. വി ആർ ഹാപ്പി ടു ഇൻവൈറ്റ് യു ടു സ്പെഷ്യൽ പ്രോഗ്രാം. നിങ്ങളെ സന്തോഷത്തോടെ ഈ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്നിട്ട് ടു കഴിഞ്ഞിട്ട് എന്താണോ പ്രോഗ്രാം അതാണ് നിങ്ങൾ എഴുതേണ്ടത്. അത് അവിടെ ചോദ്യം അനുസരിച്ചിട്ട് മാറും. ഓക്കെ, സോ ടുവിന് ശേഷം എന്താണോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്, എന്ത് പ്രോഗ്രാം ആണോ അതാണ് നിങ്ങൾ എഴുതേണ്ടത്. പ്രോഗ്രാം വിൽ ബി ഇനാഗുറേറ്റഡ്. ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ആരാണ് ചോദ്യ പേപ്പറിൽ നൽകിയിട്ടുള്ളത്. ഇനാഗുറേഷൻ ആരാണ് ചെയ്യുന്നത് എന്ന് പേപ്പറിൽ തരും, ക്വസ്റ്റ്യനിൽ തരും. അവരുടെ പേരാണ് അവിടെ എഴുതേണ്ടത്. പിന്നെ ഓൾ ആർ വെൽക്കം ടു ദി പ്രോഗ്രാം, അത് എല്ലാ നോട്ടീസിലും എഴുതണം. പിന്നെ താഴെയായിട്ട് നമ്മൾ നോട്ടീസ് എഴുതുന്ന ഡേറ്റ് ഇല്ലേ, അതായത് നാളെ ആണല്ലോ നിങ്ങൾക്ക് എക്സാം, നാളെ ആയിരിക്കും നിങ്ങൾ നോട്ടീസ് എഴുതുന്നത്. അപ്പോൾ നാളത്തെ ഡേറ്റ് ആണ് എഴുതേണ്ടത്. അവിടെ പ്ലേസും വലത് ഭാഗത്തായിട്ട് ആരാണോ ഈ നോട്ടീസ് തയ്യാറാക്കുന്നത്, നിങ്ങൾക്ക് ഹെഡ് മാസ്റ്റർ, നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ സ്കൂൾ ലീഡർ എന്ന് എഴുതാം. ഓക്കെ, ഇത്രയും എഴുതിയാൽ നിങ്ങൾക്ക് നോട്ടീസിൽ നിന്ന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നോട്ടീസ് തയ്യാറാക്കിയാലോ? ഓക്കെ, ദ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ ബുക്ക് ഫെയർ. ഒരു ബുക്ക് ഫെയർ നടത്താനാണ് സ്കൂൾ തീരുമാനിച്ചത്. ദേ ഇൻവൈറ്റഡ് ദി മുനിസിപ്പൽ ചെയർമാൻ ടു ഇനാഗുറേറ്റ് ദി ഫംഗ്ഷൻ. കണ്ടോ, ഇനാഗുറേറ്റ് ചെയ്യുന്നത്, ഉദ്ഘാടനം ചെയ്യുന്നത് ആരാണ്? മുനിസിപ്പൽ ചെയർമാൻ ആണ്. ദിൽന ആൻഡ് ഹെർ ഫ്രണ്ട്സ് ഹാവ് ടു പ്രിപ്പയർ ദി നോട്ടീസ്. ദിൽനയും കൂട്ടുകാരുമാണ് നോട്ടീസ് തയ്യാറാക്കുന്നത്. സോ ആരാണ് നോട്ടീസ് തയ്യാറാക്കുന്നത് എന്ന് ഇവിടെ നൽകിയിട്ടുണ്ട്. ഹെൽപ്പ് ദം പ്രിപ്പയർ ദി നോട്ടീസ്. നോട്ടീസ് തയ്യാറാക്കാൻ അവരെ സഹായിക്കുക. ദ ഡീറ്റെയിൽസ് ഗിവൺ ബിലോ. ഡീറ്റെയിൽസ്, വിവരങ്ങൾ താഴെ നൽകിയിട്ടുണ്ട്. വെന്യൂ നമ്മൾ ഏറ്റവും മുകളിൽ എഴുതണം അല്ലേ. വെന്യൂ സ്ഥലമാണ് സ്കൂൾ ഓഡിറ്റോറിയം. ഡേറ്റ് നൽകിയിട്ടുണ്ട് 3rd September 2025 ആണ്. ടൈം 10 AM ആണ്. ചീഫ് ഗസ്റ്റ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ആണ്. ഇതൊക്കെ വെച്ച് നമുക്ക് നല്ലൊരു നോട്ടീസ് ഇവിടെ തയ്യാറാക്കാം. താഴെ തന്നിട്ടുള്ള സ്പേസിലാണ് നിങ്ങൾ എഴുതേണ്ടത്. മുകളിലായിട്ട് നോട്ടീസ് എന്ന് കൊടുക്കുക. ഇവിടെ എന്താണ് പരിപാടി? പ്രോഗ്രാം ബുക്ക് ഫെയർ ആണ്. ബുക്ക് ഫെയർ എന്ന് കൊടുത്തു. GLPS സ്കൂൾ എന്ന് കൊടുത്തു. പിന്നെ വെന്യൂ, ഡേറ്റ്, ടൈം ചോദ്യ പേപ്പറിൽ തന്നത് അതേപോലെ എഴുതി. പിന്നെ താഴെയായിട്ട് ഡിയർ ഫ്രണ്ട്സ്, പ്രിയപ്പെട്ട കൂട്ടുകാരെ, വി ആർ ഹാപ്പി ടു ഇൻവൈറ്റ് യു ടു അവർ ബുക്ക് ഫെയർ. ഞങ്ങളുടെ ബുക്ക് ഫെയറിലേക്ക് നിങ്ങളെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദ ബുക്ക് ഫെയർ വിൽ ബി ഇനാഗുറേറ്റഡ് ബൈ മുനിസിപ്പൽ ചെയർപേഴ്സൺ. മുനിസിപ്പൽ ചെയർപേഴ്സൺ ആണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ലാസ്റ്റ്, ഓൾ ആർ വെൽക്കം ടു ദി പ്രോഗ്രാം. ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇടത് ഭാഗത്തായിട്ട് നിങ്ങൾ എന്നാണോ ഒരു നോട്ടീസ് തയ്യാറാക്കുന്നത് ആ ഡേറ്റ്, പ്ലേസ് കൊടുക്കുക. വലത് ഭാഗത്തായിട്ട് ആരാണോ തയ്യാറാക്കുന്നത്, ദിൽന ആൻഡ് ഫ്രണ്ട്സ് ആണ് നോട്ടീസ് തയ്യാറാക്കുന്നത്, അവരുടെ പേരും അവിടെ എഴുതിയിട്ടുണ്ട്. ഏതൊരു
ക്വസ്റ്റ്യൻ വന്ന് നോട്ടീസ് എഴുതാൻ പറഞ്ഞാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഓക്കെ, ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 5ലെ എ ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ദി ഇവൻറ്റ്സ് ആണ്. താഴെ നിങ്ങൾക്ക് കുറച്ച് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്, അത് വിശദീകരിച്ച് എഴുതാനാണ്. സോ ഓരോ ചിത്രത്തിന്റെ താഴെ തന്നിട്ടുള്ള സ്പേസിലാണ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. ഈ ചിത്രത്തിൽ ഒരു അമ്മയും കുട്ടിയും സ്കൂട്ടറിൽ പോകുന്നത് കാണാം അല്ലേ, റോഡിലൂടെ പോവുകയാണ്. 2ാമത്തെ പിക്ചറിൽ അവിടെ ഒരു അപകടം പറ്റി കിടക്കുന്നത് ഇവർ കാണുന്നുണ്ട് പോകുന്ന വഴിയിൽ. 3ാമത്തെ പിക്ചറിൽ അവിടെ ആ ഒരു കുട്ടി ആരെ വിളിക്കുന്നുണ്ട്, ആംബുലൻസിനെ വിളിക്കുന്നുണ്ട്. 4ാമത്തെ പിക്ചറിൽ ഈ അപകടം പറ്റിയിട്ടുള്ള ആളെ ആംബുലൻസിൽ കയറ്റി പോകുന്നുണ്ട്, ആംബുലൻസ് വന്ന്. സോ ഈ ഒരു സന്ദർഭങ്ങളാണ് നിങ്ങൾ വിശദീകരിച്ച് എഴുതി കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇങ്ങനെ പിക്ചേഴ്സ് തന്നിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയും. സോ നിങ്ങളെ അത് നല്ലോണം നല്ല സെൻറ്റൻസിലാക്കിയിട്ട് തെറ്റിപ്പോവാതെ ഗ്രാമർ മിസ്റ്റേക്സും സ്പെല്ലിംഗ് മിസ്റ്റേക്സും ഒന്നും വരാതെ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റണം. നമുക്കിനി 5ലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. 5ലെ ബി ക്വസ്റ്റ്യൻ വേർഡ് പസിലാണ്. കംപ്ലീറ്റ് ദി വേർഡ് പസിൽ. ദി ഹിൻസ് ഗിവൺ ബിലോ 1 ഈസ് ഡൺ ഫോർ യു. താഴെ നിങ്ങൾക്ക് ചെറിയ സൂചനകൾ നൽകിയിട്ടുണ്ട്. ഈ സൂചനകൾ വെച്ചിട്ട് ഈ ഒരു പസിൽ പൂർത്തിയാക്കാനാണ്. ഒന്ന് അവിടെ ഉദാഹരണമായി നൽകിയിട്ടുണ്ട്. 4ാമത്തേതാണ് അവിടെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. 4ാമത്തെ എക്രോസ് ആണ്. എക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നേരെ, വീതിയിൽ. എക്രോസ് ആയിട്ടുള്ള വേർഡ് ഏതാണ്, എമർജൻസി എന്നാണ്. സൂചനയിൽ ക്ലൂ എന്താണ് നൽകിയിട്ടുള്ളത്, എക്രോസിൽ 4ാമത്തെ നോക്കിക്കേ, ഏൻ അർജന്റ് സിറ്റുവേഷൻ, അത്യാഹിത സാഹചര്യം എന്നാണ് നൽകിയിട്ടുള്ളത്. അതെന്താണ്, ആൻസർ എമർജൻസി ആണ്. അത് അവിടെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇതേപോലെ മറ്റുള്ള ഹിൻസ് വായിക്കുക, ആൻസർ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡൗണിലേക്ക് നമുക്ക് ആദ്യം നോക്കാം. ഡൗൺ എന്ന് പറഞ്ഞാൽ താഴേക്കുള്ള ആദ്യത്തെ ക്ലൂ ആണ് പീപ്പിൾ ഹൂ ഫൈറ്റ് ഫയേഴ്സ്. 1ന്റെ അവിടെ താഴേക്ക് നോക്കിക്കേ, 5ാമത്തെ സ്പെല്ലിംഗ് ഈ എം ആണ് വരേണ്ടത്. സോ നമ്മുടെ ആൻസർ എന്താണ്, ഫയർമാൻ എന്നാണ്. ഫയർമാൻ എന്ന് പറയുമ്പോൾ 5ാമത്തെ സ്പെല്ലിംഗ് എം ആണ് വരിക. 2ാമത്തേത് ദ ക്വാളിറ്റി ഓഫ് ബീയിങ് ഫിയർലെസ്, ഭയമില്ലാതെ നിൽക്കുന്നത്. ബ്രേവറി എന്നാണ് എഴുതേണ്ടത്. ടു ആസ്ക് ഹംബ്ലി ഫോർ സംതിങ്, ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഹംബിളായിട്ട് വിനയത്തോടെ ചോദിക്കുക. ഇതിന് ബെഗ് എന്നാണ് പറയുക. ഓക്കെ, സോ നിങ്ങൾ അവിടെ 3ന്റെ താഴേക്ക് ബെഗ് എന്നാണ്. 5ാമത് ടു കംഫോർട്ട് സമ്മൺ, ഒരാളെ സമാധാനത്തിലാക്കുക, ഒരു കംഫേർട്ടിലാക്കുക. അതിന് കൺസോൾ എന്നാണ് പറയുക. 4ാമത്തേത് അർജന്റ് സിറ്റുവേഷൻ, ക്വസ്റ്റ്യനിൽ തന്നെ നൽകിയിട്ടുണ്ട്, എമർജൻസി എന്നാണ്. 6ാമത്തേത് ഇൻ എ ഫോറിൻ കൺട്രി, വിദേശ രാജ്യത്ത്, അതിന് അബ്രോഡ് എന്നാണ്. ഓക്കെ, നമ്മൾ പസിലിലേക്ക് ലെറ്റേഴ്സ് എഴുതുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക, ഫയർമാൻ, ബ്രേവറി, അബ്രോഡ്, ബെഗ്, കൺസോള്, ഇങ്ങനെയാണ് വേർഡ്സ് വരുന്നത്. സോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. മുഴുവൻ ചോദ്യങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. പിന്നെ ക്ലാസ് 1 to ക്ലാസ് 7 വരെ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ വാട്സപ്പ് ത്രൂ മെസ്സേജ് ചെയ്താൽ മതി. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.